ഇന്ത്യയിലെ വ്യവസായ പ്രമുഖനായ അലക്സാണ്ടർ ഡേവിഡ് കൊല്ലപ്പെട്ടു. ഇന്നലെ രാത്രി 11:30 സംഭവം. അദ്ദേഹവും ഗുണ്ടാ സംഘവും തമ്മിലുള്ള ഏറ്റുമുട്ടലിലാണ് കൊലപാതകം നടന്നതെന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കും. മോനെ, റയാൻ എവിടെ? അവൻ റൂമിലുണ്ട് ഡാഡി. പുറത്തോട്ട് വരുന്നില്ലെന്നാ പറഞ്ഞത്. അവന് അങ്കിളിനെ ഇങ്ങനെ കാണാൻ ആഗ്രഹമില്ലെന്നാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും മോനെ? അവന്റെ ഡാഡിയല്ലേ ഈ മരിച്ചു കിടക്കുന്നത്. അവസാനമായിട്ട് ഒരു നോക്കെങ്കിലും കാണാതിരുന്ന എങ്ങനെ ശരിയാവും? പിന്നെ അന്ത്യചുംബനവും കൊടുക്കണ്ടേ? നീ അവനെ പോയി വിളിച്ചിട്ട് വാ. ശരി ഡാഡി, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. റയാൻ, നിന്റെ അടുത്ത് താഴോട്ട് വരാൻ ഡാഡി പറഞ്ഞു. ഞാൻ വരുന്നില്ല ജസ്റ്റിൻ. എന്റെ ഡാഡി അങ്ങനെ കിടക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. എനിക്ക് കാണണ്ട. എടാ, അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവാനാ? ആ മരിച്ചു കിടക്കുന്നത് നിന്റെ ഡാഡിയാ. ആ ഡാഡിയെ അവസാനായിട്ട് നിനക്കൊന്ന് കാണണ്ടേ? നീ വേണ്ടേ ഡാഡിയെ എല്ലാ ചടങ്ങുകളോടും കൂടി പറഞ്ഞയക്കാൻ? എന്നാലല്ലേ അങ്കിളിന് സന്തോഷാവുള്ളൂ. നീ താഴോട്ട് വാ. ശരി, ഞാൻ താഴോട്ട് വരാം. റയാൻ, എത്ര ദിവസമായി നീ ഈ റൂമിൽ തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട്? നിന്റെ ഡാഡി പോയി, പക്ഷേ ഈ ബിസിനസ് അതെല്ലാം നിന്റെ ഉത്തരവാദിത്തമായി. നീ വേണ്ടേ നോക്കി നടത്താൻ? അങ്കിൾ പ്ലീസ്, അങ്കിളിന് അറിയാവുന്നതല്ലേ എന്റെ ഡാഡി ഈ ലോകത്ത് ഞാൻ ആകെ സ്നേഹിക്കുന്ന, ജീവന തുല്യം കാണുന്നത് എന്റെ ഡാഡിയെ മാത്രം. ഇപ്പോ ഞാൻ ഒരു അനാഥനെ പോലെ ആയില്ലേ? എനിക്കിപ്പോ ബിസിനസ്, മറ്റു കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. അങ്കിളും ജസ്റ്റിനും കൂടി നോക്കിയാ മതി. അത് ശരിയല്ല റയാൻ. നിന്റെ ഡാഡിയെ കൊല ചെയ്തതാ. അതിന് പകരം ചോദിക്കാൻ നീയല്ലാതെ പിന്നെ ആര്? നിന്റെ ഡാഡിയെ കൊന്നവര് സുഖമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അവരെ വെറുതെ വിടാനാണോ നീ ഉദ്ദേശിക്കുന്നത്? പറ. അത് മാത്രല്ല റയാൻ, നിന്റെ ഡാഡിയുടെ അധ്വാനവും വർഷങ്ങളോടുള്ള കഷ്ടപ്പാടുവാ ഈ ബിസിനസ്. അത് നീ നോക്കി നടത്തിയില്ലെങ്കിൽ പിന്നെ ആര് നോക്കി നടത്താനാ? ഇതെല്ലാം നിന്റെ ഉത്തരവാദിത്ത. നീ തന്നെ ഇതെല്ലാം നോക്കി നടത്തണം. അത് മാത്രം പോരാ, അതിനനുസരിച്ച് നീ പ്രതികാരം കൂടി വീട്ടണം. അത് അങ്കിള് എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്റെ ഡാഡിയെ കൊന്നത് ആരായാലും അവനെ ഞാൻ വെറുതെ വിടുന്നു വിചാരിക്കണ്ട. ബിസിനസ് തൽക്കാലം അങ്കിളും ജസ്റ്റിനും കൂടി നോക്ക്. എനിക്കിതിനിടയിൽ മറ്റൊരു കാര്യം നോക്കാനുണ്ട്. അതത്ര എളുപ്പമല്ല റയാൻ. നീ നാട്ടിൽ ഇല്ലാതിരുന്നത് കൊണ്ടാ നിനക്ക് ഇതിനെ കുറിച്ചൊന്നും വലിയ പിടിയില്ലാത്തത്. നീ ദുബായിലായിരുന്നില്ലേ നമ്മുടെ ബിസിനസ് നോക്കിയിട്ട്? പക്ഷേ നാട്ടിലെ
നിന്റെ ഡാഡിയുടെ പ്രധാന ശത്രു ഒരാളാ. അവൻ തന്നെയാ നിന്റെ ഡാഡിയെ കൊന്നതും. എന്റെ മോൻ പറഞ്ഞത് കറക്റ്റാ മോനെ. അവനെ തൊടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. തൊടാൻ പോയിട്ട് ഒന്ന് കാണാൻ പോലും പറ്റില്ല അവന്. അത്രയും ഭീകരനായ വ്യക്തി ആരാ അവൻ? അവൻ താമസിക്കുന്ന വീടിന്റെ പേര് തന്നെ ഡബിൾ മെൻഷൻ എന്ന. അവൻ മാഫിയ വേൾഡിൽ അറിയപ്പെടുന്നത് ദ ഗ്രിം റീപ്പർ എന്ന. എന്ത് ഗ്രിം റീപ്പറോ എന്ന് പറഞ്ഞ? ഗ്രിം റീപ്പർ മീൻസ് ക്രൂവൽ, ടെറിഫയിങ് ആൻഡ് merciless മാഫിയ. അപ്പോ അവന്റെ യഥാർത്ഥ പേരെന്താ? എബ്രിഡ് ജോൺ സാമുവൽ. എബ്രിഡ് ആ അലക്സാണ്ടറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് SI നമ്മളോടൊന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട്. ഓ, നമ്മൾ അങ്ങോട്ട് പോയി കാണണം. എന്താ, അയാൾക്ക് ഇങ്ങോട്ട് വന്നൂടെ? എബ്രിഡ് പ്ലീസ്, അയാൾ ഒരുപാട് കാര്യത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാ. ഇതൊരു ചെറിയൊരു കാര്യല്ലേ, അവിടെ പോയി കാണുന്നതുകൊണ്ട് എന്താ പ്രശ്നം? സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അയാൾ കൈനീട്ടി വാങ്ങുന്നുമുണ്ട്. അത് നീ മറക്കരുത്. എടാ, അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഇതാവശ്യം നമ്മുടെയാ. ഇത് വെറുതെ ഒരു ഇഷ്യൂ ആക്കി നമ്മുടെ ബിസിനസ്സിനെ അത് ബാധിക്കും. അതുകൊണ്ടാ പറയുന്നത്, അങ്ങോട്ട് പോയി സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സോൾവ് ചെയ്തൂടെ? ഇനഫ് ആൽവിൻ, നിനക്ക് അങ്ങോട്ട് പോയി കാണുമെന്നുണ്ടെങ്കിൽ നീ പോയി കണ്ടോ. ഇത് എത്ര വലിയ ഇഷ്യൂ ആണെങ്കിലും എനിക്കതൊരു പ്രശ്നമേ അല്ല. ഐ നോ ഹൗ ടു ഡീൽ ഇറ്റ്. ഡാനി ഇതുവരെ എത്തിയില്ലേ? യെസ് സാർ, ഷാർപ്പ് 9 മണിക്ക് തന്നെ എത്തി. നമ്മുടെ പുതിയൊരു ബിസിനസ് ക്ലയന്റിനെ മീറ്റ് ചെയ്യാൻ പോയിരിക്കുകയാ. ഓൺ ദ വേ ആണെന്നാ വിളിച്ചപ്പോൾ പറഞ്ഞത്. അവൻ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എന്നെ മീറ്റ് ചെയ്യാൻ പറയണം. ഓക്കെ സാർ. പിന്നെ നമുക്ക് പുതിയൊരു ബിസിനസ് പ്രപ്പോസൽ വന്നിട്ടുണ്ട്. കമ്പനി ഡീറ്റെയിൽസ് എന്താ? ഡീറ്റെയിൽസ് അന്വേഷിച്ചില്ലേ? യെസ് സാർ, അന്വേഷിച്ചു. അതൊരു ദുബായ് ബേസ്ഡ് എക്സ്പോർട്ടിംഗ് കമ്പനിയാ. പ്രപ്പോസൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു. എനിക്ക് ഓക്കെയാണ്. ഇനി അച്ചായ നോക്കിയാൽ മതി. നീ പോയ കാര്യം എന്തായി? ഡീൽ ഉറപ്പിച്ചോ? ഓ, ഡീലൊക്കെ ഉറപ്പിച്ചു. പക്ഷേ അതത്ര എളുപ്പമായിരുന്നില്ല. ക്രിസ്റ്റി, അവൻ പഴയ അവന്റെ മുട കാണിച്ചു. പിന്നെ അച്ചായൻ അറിയാലോ, ഈ ഡാനി ഒരു കാര്യത്തിന് ഇറങ്ങിപ്പോൾ പുറപ്പെട്ടു കഴിഞ്ഞ അതിന്ന് പിന്നോട്ടില്ലെന്ന്. അവനെ അടിച്ചൊതുക്കി മടക്കി കുപ്പിയിലാക്കി. എന്നിട്ട് അവനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു. അതത്ര എളുപ്പാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ നിന്നെ തന്നെ വിട്ടത്. പോയ കാര്യം എന്തായാലും നീ ഭംഗിയെ ചെയ്യുന്നു എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അച്ചായ, ആ കേസിന്റെ കാര്യം ആൽവിൻ പറഞ്ഞിരുന്നു. ഒന്ന് പോയി കണ്ടൂടെ ആ SI? എന്തിന്? എനിക്കറിയാം എന്താ ചെയ്യണ്ടേന്ന്. നീ പോയി നിന്റെ വർക്ക് ചെയ്തു തീർക്കാൻ നോക്ക്. ദെൻ ഓക്കെ. പിന്നെ ആ പ്രപ്പോസലിലെ ഫയല് അച്ചായന് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്, ഒന്ന് നോക്കിക്കോളൂ.
എൽസ, എൽസ, നീ ഇതെവിടെയായിരുന്നു? എത്ര നേരം ഞാൻ കിടന്ന് വിളിക്കുന്നു. ഇച്ചായൻ എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ എത്ര തവണ കോൾ ചെയ്തു, ഒരു വട്ടം പോലും കോൾ അറ്റൻഡ് ചെയ്തില്ലല്ലോ. ഞാനൊരു ക്ലയൻ്റായിട്ട് മീറ്റിങ്ങിലായിരുന്നു, അതുകൊണ്ടാണ് ഫോൺ എടുക്കാതിരുന്നത്. അച്ചായൻ വന്നില്ലേ? ആ വന്നു, ഭക്ഷണം കഴിച്ച് കിടന്നു. നിങ്ങൾ വാ, ഞാൻ ഫുഡ് എടുത്ത് വയ്ക്കാം. അച്ചായൻ വന്നോ? വാ, ഇരിക്കേ, ഭക്ഷണം കഴിക്കാം. നീ ഇന്നലെ വരാൻ ലേറ്റായോ? ആ, വരാൻ കുറച്ച് ലേറ്റായി. അച്ചായൻ ആ ഡീല് വായിച്ചു നോക്കിയോ? ഏത്? കഴിഞ്ഞ ദിവസം നീ പറഞ്ഞ പ്രപ്പോസലല്ലേ? ഞാൻ വായിച്ചു നോക്കി, ഡീറ്റെയിൽഡായി തന്നെ. ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. നീ ഒരു കാര്യം ചെയ്, അവരായിട്ട് ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്. ഞാൻ പറഞ്ഞില്ലേ, അച്ചായനത് ഇഷ്ടപ്പെടും. അവരത്രയും നന്നായിട്ടാണ് ആ പ്രപ്പോസൽ വെച്ചിരിക്കുന്നത്. മതി മതി, ആ ഫുഡ് കഴിക്കുമ്പോഴെങ്കിലും ഈ ബിസിനസ് കാര്യങ്ങൾ ഒന്ന് മാറ്റി വെച്ചൂടെ? അങ്കിൾ, അങ്കിൾ എവിടെയാ? എന്താ മോനെ, എന്തേലും പ്രശ്നമുണ്ടോ? നിങ്ങളെ രണ്ടുപേരും കൂടി കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് എന്താ പറഞ്ഞത്? ദ ഗ്രേറ്റസ്റ്റ് ക്രിം റീപ്പർ എബ്രഡ് ജോൺ സാമുവലിനെ കാണാൻ കൂടി പറ്റില്ലെന്നോ? എന്നാ കേട്ടോ, നിങ്ങൾ പറഞ്ഞ ആ വ്യക്തിയെ നാളെ രാവിലെ 10 മണിക്ക് ഞാൻ നേർക്ക് നേർ കാണാൻ പോവാ. നേരിട്ട് കാണാനോ? എങ്ങനെ? മോൻ എന്തൊക്കെ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെ അങ്കിൾ, എൻ്റെ ഡാഡിയെ കൊന്ന കൊലപാതകയെ ഞാൻ നേരിട്ട് കാണാൻ പോകുന്നു. ഇനി മുതൽ അവന്റെ തോൽവിയാണ് എൻ്റെ ലക്ഷ്യം. മോൻ വെറുതെ അപകടം ക്ഷണിച്ചു വരുത്തണ്ട. മോൻ എന്തിനാ അവനെ നേരിട്ട് കാണാൻ പോകുന്നത്? മോന്റെ പ്ലാൻ എന്താ? എൻ്റെ പ്ലാൻ അത് സീക്രട്ടാ. തൽക്കാലം അങ്കിൾ ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. ഡേവിഡ് അലക്സാണ്ടറുടെ മകൻ റയാൻ അലക്സാണ്ടർ എന്ന ഐഡന്റിറ്റിയിലല്ല ഞാൻ അവനെ മീറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അവൻ അറിയില്ല. എൻ്റെ റിയൽ ഐഡന്റിറ്റി മറച്ചു വെച്ചിട്ടാ ഞാൻ നാളെ അവനെ മീറ്റ് ചെയ്യാൻ പോകുന്നത്. ബാക്കിയൊക്കെ അങ്കിൾ വഴിയെ കണ്ടാൽ മതി. മോന്റെ പ്ലാൻ എന്തായാലും ഞങ്ങളുണ്ട് കൂടെ. പക്ഷേ സൂക്ഷിക്കണം, അവൻ അപകടകാരിയാ. ഞാനും. ആൽവിൻ, ആ ഡേവിഡ് അലക്സാണ്ടറിന് ഒരു മകനില്ലേ? അവന്റെ പേരെന്താ? അറിയില്ല. അറിയില്ലെന്നോ? അതെന്താ? ബിക്കോസ് ഡേവിഡ് അലക്സാണ്ടർ ഈസ് മോർ പ്രൊട്ടക്റ്റീവ് ഫോർ ഹിസ് സൺ. അയാളുടെ ഭാര്യ മരിച്ചത് അയാളുടെ ഈ ബിസിനസ്സുകാരനല്ലേ? അതുകൊണ്ടല്ലേ ആ പയ്യന് ചെറുപ്പത്തിലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് പഠിപ്പിക്കാൻ വിട്ടത്. അവിടെ തന്നെയാ പഠിച്ചതും വളർന്നതും ഒക്കെ. അവനിപ്പോ എന്ത് ചെയ്യുന്നു? അവന്റെ പേരെന്താ? കാണാൻ എങ്ങനെ ഇരിക്കുന്നു? ഒരൈഡിയയും ആർക്കുമില്ല. എന്തിന്, അയാളുടെ കൂടെ നടക്കുന്നവർക്ക് പോലും അതിനെപ്പറ്റി ഒട്ടും അറിയില്ല. എന്തുകൊണ്ടോ ആ പയ്യൻ നാട്ടിലേക്ക് വന്നിട്ടില്ലെന്നാണ് അറിയാൻ സാധിച്ചത്. അച്ചായൻ എന്തിനാ ഇപ്പൊ അവനെ കുറിച്ച് അന്വേഷിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടായിട്ടല്ല, ഉണ്ടാവാതിരിക്കാനാ. ആ ഡേവിഡ് അലക്സാണ്ടർ കൊല്ലപ്പെട്ട സ്ഥിതിക്ക് ഇനി അയാളുടെ ബിസിനസ് എല്ലാം നോക്കി നടത്താൻ പോകുന്നത് അവനായിരിക്കുമല്ലോ. അപ്പോ ഭാവിയിൽ അവൻ നമുക്കൊരു ഭീഷണിയായി മാറാം. അതിനു മുൻപേ അവനെക്കുറിച്ച് ഒരു ഐഡിയ വേണ്ടേ? അതിനു വേണ്ടി ചോദിച്ചതാ. സർ, ആ ദുബായ് ബേസ്ഡ് കമ്പനിയുടെ CEO വന്നിട്ടുണ്ട്. സാറുമായിട്ട് ഇന്ന് മീറ്റിംഗ് പറഞ്ഞിരുന്നു. ആളെ അകത്തോട്ട് വിടട്ടെ? ഓക്കെ, ഇങ്ങോട്ട് കയറ്റി വിട്. Hello, I am Ryan.
ഹലോ, ഐ എം എബ്രിഡ് ജോൺ സാമുവൽ. ടേക്ക് യുവർ സീറ്റ്. ഫൈനലി ഞാൻ നിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു എബ്രിഡ്. ഹലോ, എന്താ ആലോചിക്കുന്നേ? റയാൻ ഇരിക്കി. ഏയ് നത്തിങ്. ഞാൻ നിങ്ങളെപ്പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്, പക്ഷേ നേരിട്ട് കാണുന്നത് ഇതാദ്യമാണ്. അതുകൊണ്ട് ആ ആശ്ചര്യത്തിൽ നോക്കി നിന്ന് പോയതാ. കേട്ടത് ഗുഡ് ഓർ ബാഡ്? നല്ലതാവാൻ ചാൻസ് ഇല്ലെന്നല്ല, നല്ലതൊന്നും ഞാൻ ചെയ്തിട്ടുമില്ല. നല്ലത് പറയാൻ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ പ്രപ്പോസല് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. മറ്റ് പ്രപ്പോസലിനെ അപേക്ഷിച്ച് എന്തോ സംതിങ് ഡിഫറെൻറ്റ്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്തും ഇങ്ങനെ ഒരു മീറ്റിംഗ് വെച്ചതും. എൻ്റെ കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യത്തിലേക്ക് കടക്കാം. ഷുവർ. എൻ്റെ പേര് ഓൾറെഡി പറഞ്ഞല്ലോ, റയാൻ. ഞാൻ ജനിച്ചതും വളർന്നതും ദുബായിൽ തന്നെയാണ്. ഞങ്ങളുടെ ബിസിനസ് ഒരുപാട് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയുമായിട്ട് ഇതാദ്യമാണ്. അങ്ങനെ കുറച്ച് ഇന്ത്യയിലേക്ക് ഒരു എക്സ്പോർട്ടിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോൾ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചു. അതിൽ ദ ബിഗ്ഗസ്റ്റ് ആൻഡ് വെരി പോപ്പുലർ ഇറ്റ്സ് യുവേഴ്സ്. സോ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചത്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് വി ക്യാൻ സൈൻ ദ ഡീൽ. യെസ്, ഷുവർ. ഡാനി, പേപ്പേഴ്സ് കൊണ്ടുപോവാ. മോനെ, അവനെ കാണാൻ പറ്റിയോ? പിന്നെ കാണാതെ. ഈ റയാൻ ഒരു കാര്യം വിചാരിച്ച അത് നടത്തിയിരിക്കും. നിങ്ങളല്ലേ പറഞ്ഞത് അവനെ കാണാൻ പോലും പറ്റില്ലെന്ന്? എന്നിട്ട് ഞാൻ സുഖമായിട്ട് കണ്ടുവന്നല്ലോ. കാണാൻ പറ്റിയത് ഓക്കെ, പക്ഷേ അവനെ നേരിടുന്നത് അത്ര എളുപ്പമല്ല. എനിക്ക് മനസ്സിലാവാൻ പാടില്ല, നിങ്ങളൊക്കെ എന്തിനാ അവൻ ഇത്രയും ഭയപ്പെടുന്നത്? അവനെന്താ വല്ല രാക്ഷസനോ ആണോ? ഭയപ്പെടാനുള്ളത് കൊണ്ടാ അങ്ങനെ പറയുന്നത്. ഇപ്പൊ നീ അവനെ പരിചയപ്പെട്ടത് വെറും ബിസിനസ്മാൻ എന്ന നിലയിലാ. അതുകൊണ്ട് നിനക്ക് അവനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ നീ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് ഒരു വഞ്ചനയാ. അതവൻ അറിഞ്ഞു കഴിഞ്ഞാ അതിന് മാപ്പുണ്ടാവില്ല. അവൻ വേറെ എന്തും ക്ഷമിക്കും, പക്ഷെ കൂടെ നിന്ന് ചതിക്കുന്നത് അവൻ ഒരിക്കലും ക്ഷമിക്കില്ല. എന്താരുണേ, ഈ സ്ഥലം കണ്ടുപരിചയില്ലാത്ത പോലെ. ഈ ബേസ്മെന്റ് എന്തിനു വേണ്ടിയാ യൂസ് ചെയ്യുന്നതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. 5-6 കൊല്ലം എൻ്റെ കൂടെ നടന്നതല്ലേ. അപ്പോ നിനക്കറിയാതിരിക്കാൻ വഴിയില്ല. സാർ 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 എന്നെ കൊല്ലരുത് പ്ലീസ്. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. കൂടെ നടന്ന് ചതിക്കുന്നതാണോടാ അബദ്ധം? എത്ര വർഷമായി നീ എൻ്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്? എന്നിട്ട് 10 ലക്ഷം രൂപയ്ക്ക് എന്നെ ഒറ്റിക്കൊടുത്തിരിക്കുന്നു. നിനക്കറിയാലോ, ഈ എബ്രിഡ് എന്തും സഹിക്കും, പക്ഷെ വിശ്വാസവഞ്ചന അതൊരിക്കലും ക്ഷമിക്കില്ല. അതിന് എബ്രിഡിന്റെ ഡിക്ഷണറിയിൽ ഒരർത്ഥമേ ഉള്ളൂ: മരണം. കൂടെ നടന്ന് ചതിക്കുന്നത് ആരായാലും ശരി, അവരും മരണം കൊടുത്തിരിക്കും. എബ്രിഡ്, എനിക്ക് ഒരവസരം കൂടി തരണം. ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. പ്ലീസ് സാർ, പ്ലീസ്. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കുറച്ചു മുൻപല്ലേ അച്ചായൻ പറഞ്ഞത് വിശ്വാസവഞ്ചനയ്ക്ക് ഞങ്ങൾക്കിടയിൽ ഒരേ ഒരു ശിക്ഷയേ ഉള്ളൂ, അതും മരണമാണ്. അതാരായാലും ശരി. അച്ചായ പറ,
എന്താ ചെയ്യേണ്ടത് ഇവനെ? എന്തായാലും നമ്മളെ ചതിച്ച് കുറച്ച് നേടിയതല്ലേ, നല്ല സുഖമരണം തന്നെ ആയിക്കോട്ടെ, വാക്സ് തെറാപ്പി തന്നെ ആയിക്കോട്ടെ, അവന് സുഖമായിട്ട് പരലോകത്തെത്താം. പ്ലീസ് വേണ്ട സാർ, വേണ്ട പ്ലീസ് സാർ. ഓ, അപ്പം നിനക്ക് വാക്സ് തെറാപ്പി ഓർമ്മയുണ്ടല്ലേ? കഴിഞ്ഞ മാസം ഇതുപോലെ നമുക്കെതിരെ സാക്ഷി പറഞ്ഞ ഒരുത്തനെ ഇവിടെ കൊണ്ടുവന്ന് വാക്സ് തെറാപ്പി ചെയ്യിച്ചത് അറിയാലോ. വേണമെങ്കിൽ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. കൊണ്ടുവരുന്ന ഇരയെ ശരീരത്തിൽ ഒരു തുണി പോലും ഇടാതെ ദാ അവിടെ കിടക്കുന്ന ഇരുമ്പ് കട്ടിൽ അങ്ങനെ കെടുത്തു. അതിനുശേഷം മെഴുകുണ്ടല്ലോ, ആ മെഴുക് ഉരുക്കി അദ്ദേഹത്തിൻ്റെ മേളിലൂടെ നല്ല കേക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അങ്ങ് ഒഴിക്കും. അപ്പോ അവരുടെ കരച്ചിൽ കേൾക്കാനുണ്ടല്ലോ, എന്ത് രസാ. ഇത്രയും നാള് അവരെന്നോട് ചെയ്ത ആ കാര്യങ്ങളൊക്കെ ആ കരച്ചിൽ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് മാഞ്ഞു കിട്ടും. അതാണ് വാക്സ് തെറാപ്പി. അങ്ങനെ ആ വാക്സ് മുഴുവൻ ഇങ്ങനെ ദേഹത്തൊഴുകി ഒഴുകി കുറച്ച് കഴിയുമ്പോൾ അവര് പെടഞ്ഞില്ലാതെ. അതിൽ പരമാനന്ദം എനിക്ക് വേറെ കിട്ടാനില്ല. മനസ്സിലായല്ലോ? ഇനി നീ ഇവിടെ ശബ്ദിച്ചു പോകരുത്. ഡാനി, വാക്സ് കൊണ്ടുവാ. ആരാ? മനസ്സിലായില്ല. ഞാൻ റയാൻ. എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു. ഓ, റയാൻ. അധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഇവിടെ പറഞ്ഞിരുന്നു. എൻ്റെ പേര് എൽസ, എൽസ ഡാനിയൽ. ഡാനിയലിന്റെ വൈഫാ. അതുമാത്രല്ല, ഈ കമ്പനിയുടെ ലീഗൽ അഡ്വൈസറും കൂടിയാ. ഹലോ, അഡ്വക്കേറ്റ് ആണല്ലേ? പക്ഷേ കമ്പനിയിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കമ്പനിയിലോട്ട് വരാറില്ല, ഇവിടെ തന്നെ ഇരുന്നിട്ടാ എല്ലാവർക്കും ചെയ്യാറ്. റയാൻ കയറിയിരിക്കി, അവര് ഇപ്പൊ വരും, ഞാൻ വിളിച്ചിട്ട് വരാം. റയാൻ വന്നിട്ട് കുറെ നേരായോ? ഇല്ല, ഞാൻ ജസ്റ്റ് വന്നതേ ഉള്ളൂ. എബ്രിഡും ഡാനിയലൊക്കെ എവിടെ? റയാനോ? റയാൻ എന്താ ഇവിടെ? എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ആര്? ഞാൻ പറഞ്ഞിട്ടാ റയാൻ വന്നത്. എന്തിന്? ഫോർ വാട്ട്? ഞാൻ റയാനെ വിളിച്ചു വരുത്തിയത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാര. അത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ വേണ്ടിയിട്ടാ, വേറെ ഒന്നുമല്ല. അച്ചായനും റയാനും തമ്മിലുള്ള മാരേജ് ഫിക്സ് ചെയ്യാൻ. What? What the hell are you talking? Are you crazy, Danny? നിന്നോട് ആരാ പറഞ്ഞ് ഇങ്ങനൊരു പ്രപ്പോസൽ വെക്കാൻ? അച്ചായ, I know you are not ready for the marriage now, but just think, you also want a family. വേണ്ടേ? എത്ര കാലം എന്ന് വിചാരിച്ചിട്ടാ അച്ചായൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുക? എൻ്റെ വിവാഹം കഴിഞ്ഞു, അതുപോലെ അച്ചായനും വേണ്ടേ ഒരു കുടുംബം? അച്ചായൻ വിചാരിക്കുന്നത് പോലെ റയാന്റെ സമ്മതം ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ ഇതിവിടെ അവതരിപ്പിച്ചത്. റയാന്റെ അടുത്ത് ഞാൻ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞതാ. ഹീസ് വില്ലിംഗ് ടു മാരി യു. റയാൻ, പ്ലീസ് ലീവ് നൗ. റയാൻ, താനിപ്പോൾ പൊക്കോ. ഞാൻ അച്ചായൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് തന്നെ വിവരം അറിയിക്കാം.
ഡാനി, നീ ഇതെന്തു ഉദ്ദേശിച്ചിട്ടാ? അവനെക്കുറിച്ച് നിനക്ക് എന്തറിയാം? അത് പോട്ടെ, അവന് നമ്മളെക്കുറിച്ച് വല്ലതും അറിയൂ? ഒരു ദിവസം കണ്ട പരിചയത്തില് നീ അങ്ങ് തീരുമാനിച്ചോ ഹീസ് പെർഫെക്റ്റ് ഫോർ മീ? അച്ചായൻ പറയുന്നത് ശരിയല്ലേ? നിങ്ങൾ ഇത് എന്ത് ഭാവിച്ചിട്ടാ? അയാളെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഒന്നില്ലെങ്കിൽ നിനക്ക് അച്ചായന്റെ അടുത്ത് ഇതൊന്ന് സൂചിപ്പിക്കെങ്കിലും ചെയ്യാമായിരുന്നില്ലേ? അതിനുശേഷം മാത്രം പോരായിരുന്നു ഇങ്ങനൊരു സീൻ ക്രിയേറ്റ് ചെയ്യാ? ഇതിപ്പോ വെറുതെ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കഴിഞ്ഞൊരു ദിവസം കണ്ടതിന്റെ പേരിലല്ല ഞാൻ ഇങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചത്. ഞാൻ അവനെക്കുറിച്ച് ശരിക്കും അന്വേഷിച്ചു. എല്ലാവരുടെ അഭിപ്രായത്തില് അവൻ വളരെ നല്ല മനുഷ്യനാ. അതുമാത്രല്ല, ഹീസ് വെരി ഗുഡ് ലുക്കിംഗ്. ബിസിനസിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായ പ്ലാനിങ് ഉണ്ട്. അതുകൊണ്ടൊക്കെയാ ഞാൻ അച്ചായന് വേണ്ടി അവനോട് സംസാരിച്ചത്. ശരിയായിരിക്കാം, പക്ഷേ മാരേജ് ചെയ്യാൻ പോകുന്നത് അച്ചായനല്ലേ? അപ്പൊ ഫസ്റ്റ് അച്ചായന്റെ അടുത്ത് ചോദിക്കണ്ടേ അച്ചായൻ ഇപ്പൊ വില്ലിങ് ആണോ അല്ലേ എന്നുള്ളത്? എന്നിട്ട് പോരായിരുന്നോ അയാളുടെ അടുത്ത് പോയി സംസാരിക്കുന്നത്? അച്ചായൻ എപ്പോഴും എനിക്ക് വേണ്ടിയാ ജീവിച്ചത്. ഇപ്പോഴും ജീവിക്കുന്നതും അങ്ങനെ തന്നെയാ. അത് പോരാ, എൻ്റെ അച്ചായനും ഒരു ജീവിതം വേണം. അത് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം എനിക്ക് അവനെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അച്ചായൻ അവൻ പെർഫെക്റ്റ് ആയിരിക്കുമെന്ന് എന്തോ എൻ്റെ മനസ്സ് പറഞ്ഞു. അതുകൊണ്ടാ. ഒന്ന് സമ്മതിക്ക അച്ചായ. എടാ, അവൻ പറയുന്നതിലും കാര്യമുണ്ട്. എത്രയെന്ന് കരുതിയാ നീ ഒറ്റയ്ക്ക്? നിനക്കൊരു ജീവിതം വേണ്ടേ? എനിക്കൊരാളെ സ്നേഹിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാനൊരു ക്രൂരനായ മാഫിയ. എനിക്കാണോ നിങ്ങൾ മാരേജും കൊണ്ട് വരുന്നത്? വെറുതെ ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ അല്ലേ? ആയിക്കോട്ടെ, നിങ്ങളെ രണ്ടുപേരുടെയും ആഗ്രഹം അതാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. പക്ഷേ വിവാഹം വളരെ ലളിതമായിരിക്കണം. ഒരു രജിസ്റ്റർ മാരേജ്, അതും നമ്മൾ മാത്രം മതി. വേറൊരാളും അതിൽ പങ്കെടുക്കാൻ പറ്റില്ല. മനസ്സിലായല്ലോ? ഡബിൾ ഓക്കെ അച്ചായ സമ്മതിച്ചല്ലോ, അത് മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ എന്തൊക്കെയാ മോനെ പറയുന്നേ? മാരേജോ? അതും അവനെയോ? നിനക്ക് എന്താ അറിയാൻ? അങ്കിള് മരിച്ചപ്പോ നിന്റെ സ്വബോധം നഷ്ടപ്പെട്ടു. നീ എന്ത് ഭ്രാന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? എനിക്കൊരു സ്വബോധവും നഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് ഭ്രാന്തുമില്ല. ഞാൻ പറയുന്നത് സത്യ. ഞാൻ അവനെ വിവാഹം കഴിക്കാൻ വാക്ക് കൊടുത്തു കഴിഞ്ഞു. എൻ്റെ ലക്ഷ്യം അവൻ്റെ പതന. അതിനു വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. അതൊക്കെ ശരിയായിരിക്കാം. അതിന് അവൻ വിവാഹം കഴിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് അല്ലാതെ തന്നെ അവനോട് പ്രതികാരം വീട്ടിക്കൂടെ? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് അവൻ വളരെ അപകടകാരിയാണെന്ന്? അങ്ങനെ ഇത്രയും അപകടം പിടിച്ച അവന്റെ മുന്നിൽ നിന്ന് നേർക്ക് നേര് യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കൂ? ഇല്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ശക്തിയേക്കാൾ ബുദ്ധിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അവനെ ശക്തി കൊണ്ട് തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ബുദ്ധിപൂർവം ഇങ്ങനെ ഒരു കരു നീക്കിയത്. നീ നിന്റെ ഡാഡിയെ കൊന്നതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ടല്ലേ അവനെ മാരേജ് ചെയ്യാൻ പോകുന്നത്? അവനെ മാരേജ് ചെയ്തിട്ട് എങ്ങനെ പകരം വീട്ടാനാ നീ ഉദ്ദേശിക്കുന്നേ? അവിടെയുള്ളവരെ വിചാരം ഞാൻ അവനെ വിവാഹം ചെയ്ത് സ്നേഹിച്ച് നല്ലൊരു മനുഷ്യനാക്കി മാറ്റുമെന്ന. പക്ഷെ അവർക്കറിയില്ലല്ലോ എന്താ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന്. ഞാൻ അവനെ വിവാഹം ചെയ്ത് അവന്റെ വിശ്വാസം മുഴുവൻ നേടിയെടുക്കും. എന്നിട്ട് ഒരറ്റത്ത് നിന്ന് അവനുള്ള കുഴി ഞാൻ തോണ്ടും. അവൻ ജയിക്കാൻ ഉദ്ദേശിക്കുന്ന ഇടത്തെല്ലാം അവന് തോൽവി അറിയേണ്ടി വരും. അങ്ങനെ അവസാനം അവൻ എൻ്റെ കാൽ കീഴിൽ വീഴും. അന്നേ എൻ്റെ നെഞ്ചില് പക തീരുള്ളൂ. ഇത് വളരെ റിസ്ക് അല്ലേ? അതിനിടയിൽ എങ്ങാനും അവര് തിരിച്ചറിഞ്ഞാലോ നീ ഡേവിഡ് അലക്സാണ്ടറുടെ മകൻ റയാൻ അലക്സാണ്ടർ ആണെന്ന്? അപ്പൊ നീ എന്ത് ചെയ്യും?
റിസ്ക് എടുത്തവരെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. ഞാൻ എന്തായാലും റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ മുതൽ അവൻ എൻ്റെ കാൽ കീഴിൽ വീഴുന്ന ദിവസത്തേക്കുള്ള കാത്തിരിപ്പ് തുടങ്ങുകയാണ്. അവന് അവസാനമായി എൻ്റെ കാൽ കീഴിൽ വീഴുമ്പോൾ അന്ന് മാത്രമേ ഞാൻ അവൻ്റെ അടുത്ത് പറയൂ ഞാൻ ആരാന്നുള്ളത്. അന്ന് അവൻ്റെ കണ്ണിൽ നിന്ന് ചോര പൊടി. നോക്കിക്കോ. ഇത് പറയുന്നത് റയാൻ അലക്സാണ്ടർ.